ഹലോ. അപ്പം ഇന്ന് നമ്മൾ തേർഡ് ക്ലാസ്സാണ്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് സർഫസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചൊരു ടോപ്പിക്കാണ് ലെവൽ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെ, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് യുന്ന് ആറിലേക്ക് Rn+1 സബ്സെറ്റ് എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സി എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സിയിലേക്ക് എഫ് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് സി. മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ലെവൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഒരു സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ആ എഫ് ഇൻവേഴ്സ് ഓഫ് സി പറഞ്ഞ ലെവൽ സെറ്റ് ഉണ്ടല്ലോ, അതിനെ തന്നെയാണ് നമ്മൾ സർഫസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിലത്തെ ആ എസ് എന്ന് പറയുന്ന എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തല്ലോ, അതിൽ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് എന്തായിരിക്കണം, റെഗുലർ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽ സെറ്റ് എന്താണ്, സർഫസ് ആണ്. സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ സെറ്റ് തന്നെയാണ് ആക്ച്വലി. പക്ഷേ എല്ലാ ലെവൽ സെറ്റുകളും പറ്റില്ല. എല്ലാ പോയിൻറ്റ്സും റെഗുലർ ആണെങ്കിൽ മാത്രമേ ആ ലെവൽ സെറ്റ് എന്താവുള്ളൂ, സർഫസ് ആവുള്ളൂ. റെഗുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പി എന്ന് പറഞ്ഞ പോയിന്റിൽ റെഗുലർ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡെൽ എഫ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് റെഗുലർ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൽ എഫ് എടുത്തു കഴിഞ്ഞാൽ ഡെൽ എഫ് ഓഫ് പി 0 ആവാൻ പാടില്ല. ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ റെഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ എസ് എന്ന് പറയുന്ന സെറ്റ് സർഫസ് ആകുമ്പം ആ ലെവൽ സെറ്റ് തന്നെയാണ് ആക്ച്വലി. പക്ഷേ ആ എസ്സിലെ എല്ലാ പോയിന്റ്സും റെഗുലർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു സർഫസ് നമുക്ക് തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സർഫസ് തന്നു കഴിഞ്ഞാൽ അത് സർഫസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയാന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, അടുത്ത എല്ലാ പോയിൻറ്റ്സും 0 അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻ്റ് ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. ഒരു സർഫസ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് താഴെ, റെഗുലർ പോയിൻ്റ് ആണോ അല്ലയോ നോക്കാൻ. റെഗുലർ പോയിൻ്റ് ആണോ അല്ലയോ നോക്കാന്ന് വെച്ചാൽ മീൻസ് സർഫസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലർ പോയിൻറ്റ്സ് എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണെന്ന് കാണിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം സർഫസിൻ്റെ ഡെഫിനേഷൻ നോക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, എ സർഫസ് ഓഫ് എൻ ഡയമെൻഷൻ എൻ ഓർ എൻ സർഫസ് നമ്മൾ പറയും. എൻ സർഫസ് എന്ന് പറയുന്നത് സർഫസ് ഓഫ് ഡയമെൻഷൻ എന്ന് പറയും. ഇൻ Rn+1 ഈസ് എ നോൺ എംപ്റ്റി subset of Rn+1 of the form S equal to F inverse of C, where F is a function from U to R, where U is open in Rn+1 is a smooth function with the property that del F of P not equal to 0 for all P belongs to S. അതായത് എല്ലാ പോയിൻറ്റ്സും എസിനകത്ത് എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എഫ് ഇൻവേഴ്സ് ഓഫ് സി ലെവൽ സെറ്റ് തന്നെയാണ് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഇതിപ്പം എൻ സർഫസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പോയിന്റ്. അതിൽ 1 സർഫസിനെ നമ്മൾ ജനറലി പ്ലെയിൻ കർവ് എന്ന് പറയും. അതുപോലെ തന്നെ 2 സർഫസിന് R2ലാണ് 2 സർഫസിന് R2ൽ നമ്മൾ സിംപ്ലി സർഫസ് എന്ന് പറയും. നമ്മൾ സാധാരണ കാണുന്ന പ്ലെയിന് സർഫസ് 3D അത് തന്നെയാണ് ആക്ച്വലി. കുറേ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് തന്നെയാണ് സർഫസ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്ന കളക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. സച്ച് ദാറ്റ് അവിടെ എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കണം എന്ന് മാത്രം. ബേസിക്കലി നമ്മൾ ഇപ്പം ഒരു പ്രൂഫിലോ തിയറംസിലോ ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ മൈൻഡിലുള്ള ഒരു പ്ലെയിന്, അതല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി പറയാറുള്ള സർഫസ്, അതൊക്കെ തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ. പക്ഷേ ഡെഫിനിഷൻസ് കൊടുക്കുമ്പം ഈ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി വേറൊരു നൊട്ടേഷൻ വരുന്നുണ്ട്, എസ് പി എന്ന് പറഞ്ഞിട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? എസ് പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എസ് സഫിക്സ് പി ആയിട്ട് നമ്മൾ നൊട്ടേഷൻ കൊടുക്കാറുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസ് ആണ്. നമ്മളിതുവരെ ടാൻജൻറ്റ് സ്പേസിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ അതിൻ്റെ നൊട്ടേഷനൊന്നും ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. ടാൻജൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ ഈ സർഫസിനകത്തെ പോയിൻറ്റ്സ് ഇനി അങ്ങോട്ട് മൊത്തം നമ്മൾ ലെവൽ സെറ്റ് മാറിയിട്ട് സർഫസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം സർഫസിനകത്ത് ഉണ്ടാവുക കുറേ പോയിൻറ്റ്സ് ആണ് അല്ലേ? അപ്പം ഈ പോയിൻറ്റ്സിൽ ഓരോ എസ് പി എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന സർഫസിലെ എസ് പി എന്ന് പറയുന്ന ടാൻജൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള വെലോസിറ്റി വെക്ടേഴ്സ് അല്ലേ? പി എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വെക്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയാറ്, ടാൻജൻ്റ് ആയിട്ട് പറയാറ്. അത്തരത്തിലുള്ള ടാൻജൻസിൻ്റെ കളക്ഷനാണ് ടാൻജൻറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ എന്താ, നമ്മൾ ടാൻജൻറ്റ് സ്പേസ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർഫസ് ആദ്യം ഉണ്ടായിരിക്കും. ആ സർഫസിൽ ടോട്ടലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കേർവ് ഉണ്ടായിരിക്കും. ആ കേർവിൻ്റെ വെലോസിറ്റി വെക്ടേഴ്സ് അതല്ലെങ്കിൽ ടാൻജൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ടാൻജൻറ്റ് സ്പേസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കളക്ഷനാണ് ടാൻജൻറ്റ് സ്പേസ്. അതിന് നമ്മൾ എസ് പി എന്ന് ഡിനോട്ട് ചെയ്യും. ഈ എസ് പി എന്ന് പറയുന്ന ടാൻജൻറ്റ് സ്പേസ് നമ്മൾ Rn+1 എന്ന ആറിലേക്കാണ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് എസ് എന്ന് പറയുന്നത് എൻ സർഫസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എൻ സർഫസ് ഒരു എസ് എന്ന് പറയുന്ന എൻ സർഫസിലെ എസ് പി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എൻ ഡയമെൻഷനുള്ള ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അപ്പം സർഫസിനെ നമ്മൾ ഏതാണോ ഡയമെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത് ആ സർഫസിൻ്റെ ഒരു പോയിന്റിലെ ടാൻജൻറ്റ് സ്പേസ് ആണ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. എൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ എസ് പി എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷനും എൻ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എസ് എന്ന് പറയുന്ന എൻ സർഫസ് ആണെങ്കിൽ ആ സർഫസിൻ്റെ എസ് പി, അതായത് ടാൻജൻറ്റ് സ്പേസ് എത്ര തന്നെ ആയിരിക്കും ഡയമെൻഷൻ, എൻ തന്നെ ആയിരിക്കും ഡയമെൻഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്തിരുന്നു. ഒരു ലെവൽ സെറ്റിൽ എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടാൻജൻറ്റ് സ്പേസും അതുപോലെ തന്നെ ∇f പെർപ്പും സെയിം വെക്റ്റർ ഫീൽഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഒരു ലെമ്മയും പിന്നെ അന്ന് കണ്ടിന്യൂഷനായിട്ട് വന്ന ഒരു തിയറം വെച്ചിട്ട് എപ്പോഴും ടാൻജൻറ്റും ∇fഉം ഓർത്തോഗണലായിരിക്കും എന്ന് പ്രൂവ് ചെയ്തു. അതിന് വന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ടാൻജൻറ്റ് സ്പേസ് ആയാലും ∇f പെർപ്പ് ആയാലും രണ്ടും സെയിം സ്പേസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ടാൻജൻറ്റ് സ്പേസ് നമ്മൾ ഇവിടെ പറഞ്ഞ പേര് എസ് പി ആണ്. സോ എസ് പിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ∇f പെർപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണല്ലോ. സർഫസിനകത്തെ കാര്യമാണ് പറയുന്നത്. റെഗുലർ പോയിൻറ്റ്സ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആ ലെമ്മ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. മുന്നത്തെ ക്ലാസ്സിലെ തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ സർഫസിൻ്റെ കാര്യം പറയുമ്പോൾ സർഫസിലെ എല്ലാ പോയിൻറ്റ്സും ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി റെഗുലർ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ റെഗുലർ പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ആ തിയറം യൂസ് ചെയ്തൂടെ. അപ്പോൾ സർഫസിൻ്റെ കാര്യം പറയുമ്പം എസ് പി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് സ്പേസിനെ നമുക്ക് എങ്ങനെ കൂടി ഡിനോട്ട് ചെയ്യാം, ∇f പെർപ്പ് എന്നും കൂടി ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഒരു ടാൻജൻറ്റ് സ്പേസിൻ്റെ ഒരു എലമെൻറ്റ് വി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ∇f പെർപ്പിലെ ഓരോ ആൾക്കാരോടും ഓർത്തോഗണലാണെന്നും കൂടി നമുക്ക് പറയാം. ∇f പെർപ്പിനോട് ഓർത്തോഗണലാണ് ഈ പറയുന്ന ഓരോ വിയും. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റുകൾ. അപ്പം അതൊക്കെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൺക്ലൂഡ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സർഫസ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ. അപ്പം എസ് എന്ന് പറയുന്നത് എൻ സർഫസ് ആണ്, അവിടെ എല്ലാ പോയിൻറ്റ്സും റെഗുലർ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ടാൻജൻറ്റ് സ്പേസ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എസ് പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണ്. ടാൻജൻറ്റ് സ്പേസും ∇f പെർപ്പും സെയിം സ്പേസുകളാണ്. അപ്പോൾ എസ് പിനെ നമുക്ക് എന്തുകൂടി ഡിനോട്ട് ചെയ്യാം, ∇f പെർപ്പ് എന്നുകൂടി ഡിനോട്ട് ചെയ്യാം. അത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്ന ഒരു ഹെൻ സ്ഫിയർ തന്നിട്ടുണ്ട് സച്ച് ദാറ്റ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn+1 സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അവിടെ ഈക്വൽ ടു 1 ആണ്. ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു എൻ സർഫസ് തന്നിട്ടുണ്ട്. ഇത് എൻ സർഫസ് ആണോ എന്ന് നമ്മൾ ഒരു എൻ സ്ഫിയറാണ് തന്നിട്ടുള്ളത്. ഇതൊരു എൻ സർഫസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്, ഗിവൺ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സാധനം വെച്ചിട്ട് തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ എല്ലാ ∇f(p) എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഫോർ ഓൾ p നോട്ട് ഈക്വൽ ടു 0, എല്ലാ 0 അല്ലാത്ത മറ്റെല്ലാ പോയിൻറ്റ്സിനും ∇f നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. ദാറ്റ് ഈസ് എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇനിയിപ്പം ഏത് സർഫസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. എൻ സർഫസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ ഒരേ ഒരു കാര്യം ചെയ്യുക, എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണ് ചെയ്യാൻ ഒന്നുമില്ല, ∇f(p) നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള സാധനത്തിന് തന്നെ എഫ് എന്ന് വിളിച്ചിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് എന്ന് പറയുന്നത് Rn+1 ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. സച്ച് ദാറ്റ് f(x1, x2, etc. xn+1 is equal to x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn+1 സ്ക്വയർ നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ലെവൽ സെറ്റ് ആണല്ലോ, ഓരോ സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് സി എടുക്കുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ സർഫസ്. അപ്പോൾ നമ്മൾ ഇവിടെ സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ 1 ആയിട്ട് ചൂസ് ചെയ്യുക. കാരണം തന്നിട്ടുള്ള എൻ സ്ഫിയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു, എഫ് ഇൻവേഴ്സ് ഓഫ് 1 ചൂസ് ചെയ്തു. എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കളക്ഷൻ ഓഫ് Rn+1 കുറച്ച് പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. സച്ച് ദാറ്റ് f(x) എന്ന് പറയുന്നത് 1 ആവണം.
അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് 1 നമ്മൾ എഴുതി x1 x2 എക്സെട്ര xn പ്ലസ് 1 ബിലോങ്സ് ടു Rn പ്ലസ് 1 സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 എക്സെട്ര xn പ്ലസ് 1 ഈക്വൽ ടു 1 ആവുന്ന സാധനം അല്ലേ? അതല്ലേ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഇമേജസിൻ്റെ കളക്ഷൻ, സോ എലമെൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 1 ആണ്, 1ലേക്ക് മാപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ എലമെൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ പറയുന്ന സാധനം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കറിയാം. എഫിൻ്റെ ഇമേജ് എന്താണ്? x1² പ്ലസ് x2² പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1². അതവിടെ ജസ്റ്റ് എഫിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് പറയുന്നത്. ഇവിടെ എഫിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കറിയാം, അതുകൊണ്ട് അത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എസ് ആയിട്ട് ചൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ സർഫസ്. അപ്പം എൻ സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് x1² പ്ലസ് x2² പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1² ഈക്വൽ ടു 1 പറഞ്ഞത് എൻ സർഫസ് ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അതൊരു ലെവൽ സെറ്റ് ആവണം. ഏതെങ്കിലും ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിന് അതൊരു ലെവൽ സെറ്റ് ആവണം. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, തന്നിട്ടുള്ള സെയിം സാധനത്തിന് ഒരു ഫംഗ്ഷൻ ആക്കി കൊടുത്തു. അതിൻ്റെ കറസ്പോണ്ടിങ് 1ൻ്റെ ഇൻവേഴ്സ് സെറ്റാണ്, ലെവൽ സെറ്റാണ് എസ് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ കൂടി ഉള്ളത് എന്താ? എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഡെൽ എഫ് ഓഫ് പി കാണണം. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ് പി എന്ന് പറയുന്നത് ജനറൽ പോയിന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ x1 x2 എക്സെട്ര xn പ്ലസ് 1 തന്നെ വിളിച്ചു. അപ്പം ഡെൽ എഫ് ഓഫ് പി എഴുതി. ഡെൽ എഫ് ഓഫ് പിക്ക് പകരം നമ്മൾ ഇവിടുത്തെ Rn പ്ലസ് 1 പോയിന്റ് അല്ലേ, സോ x1 x2 എക്സെട്ര xn പ്ലസ് 1 കൊടുത്തു. ഇനി ഈ പോയിന്റ് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? പി കോമ ഡെൽ എന്ന് പറയുമ്പോൾ ഓരോ വേരിയബിൾസിലും പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക, അതാണല്ലോ ഡെൽ എഫ്. സോ നമ്മൾ x1 x2 എക്സെട്ര xn പ്ലസ് 1 എന്ന് പറയുന്നതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. എന്നിട്ട് നമ്മൾ ഓരോ വേരിയബിൾസിലും അതിനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തു. ഡോ എഫ് ബൈ ഡോ x1, ഡോ എഫ് ബൈ ഡോ x2 എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn പ്ലസ് 1 അല്ലേ? അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് വേരിയബിൾ നോക്കുക, ഡോ എഫ് ബൈ ഡോ x1. അതെന്താ? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? x1² പ്ലസ് x2² പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1² അല്ലേ? അതിനെ വിത്ത് റെസ്പെക്ട് ടു x1 പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്ത് എന്താ? ബാക്കി എല്ലാ വേരിയബിൾസിനും നമ്മൾ എല്ലാ വേരിയബിൾസിൻ്റെ ടേമിനും നമ്മൾ 0 ആക്കും. x1ൻ്റെ ടേം മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം x1² എന്നുള്ള ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x1 വരും. ബാക്കിയുള്ളതെല്ലാം 0. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 2x1 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ഡോ എഫ് ബൈ ഡോ x2. അത് x2നെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പം x2² എന്നുള്ള ടേമിന് 2x2 ആയിട്ട് ഡെറിവേഷൻ വരും. ബാക്കിയുള്ള ടേമൊക്കെ 0 ആയിട്ട് പോകും. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ എല്ലാ n+1 വേരിയബിൾസിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് 2x1 2x2 കോമ എക്സെട്ര 2xn പ്ലസ് 1 ആണല്ലോ. ഇനി ഈ പോയിന്റ് നോക്കാം. ഇത് എപ്പോഴാണ് 0 ആവുക? മൊത്തം ഈ പറയുന്ന പെയർ നമുക്ക് മൊത്തം 0 ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈച്ച് ടേം 0 ആയിരിക്കണം. അതായത് ഓരോ xiകളും ഓരോ x1 x2 എക്സെട്ര xn പ്ലസ് 1ഉം 0 ആയാൽ മാത്രമേ ഈ വാല്യൂ 0 ആവുള്ളൂ. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ മാത്രമേ ഡെൽ എഫ് ഓഫ് പി 0 ആവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഡെൽ എഫ് ഓഫ് പി 0 അല്ല. അതായത് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും എന്താണ്? റെഗുലർ പോയിൻറ്റ്സ് ആണ്. സോ നമുക്ക് തന്നിട്ടുള്ള ആ എൻ സ്ഫിയർ എന്ന് പറയുന്നത് തന്നിട്ടുള്ള സാധനം ഒരു എൻ സർഫസ് തന്നെയാണ്. കാരണം എഫ് എന്ന് പറഞ്ഞ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റ് ആണ്, സച്ച് ദാറ്റ് എവറി പിക്ക് അത് ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ്. എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എൻ സർഫസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ഒരു ചെറിയൊരു പ്രൂഫാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ എക്സാമിനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ലെറ്റ് എഫ് ഫ്രം യു ടു ആർ, യു ബിലോങ്സ് ടു Rn ഇസ് ഓപ്പൺ be a smooth function, then the graph of f equal to x1 x2 etc xn plus 1 belongs to Rn plus 1, where xn plus 1 equal to f of x1 x2 etc xn. It's an n surface in Rn plus 1 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം ഈ തന്നിട്ടുള്ള ഗ്രാഫ് ഓഫ് എഫ് ഒരു എൻ സർഫസ് ആണെന്ന് കാണിക്കണം. ഗ്രാഫ് എഫ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതൊരു എൻ സർഫസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, നമുക്ക് തന്നിട്ടുള്ള എഫ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്ന എന്താ പറയുക സെറ്റ് ഒരു എൻ സർഫസ് ഇൻ Rn plus 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം എൻ സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ ആദ്യം ഒരു ഫംഗ്ഷൻ വേണം, അതിൻ്റെ ലെവൽ സെറ്റ് ആക്കണം. അവിടെ ഡെൽ എഫ് പി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. g(x1, x2, xn+1) is equal to f(x1, x2, xn minus xn+1) എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് ജി ഇൻവേഴ്സ് ഓഫ് സീറോ ഉണ്ട്. ജി ഇൻവേഴ്സ് ഓഫ് സീറോ ഈക്വൽ ടു എന്താണ്, സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. x1, x2, xn+1 belongs to Rn+1 such that g(x1, x2, xn+1) equal to 0. ഞാൻ വായിക്കുന്ന ലൈൻസിലൂടെ പോവാം. ഓക്കെ, അപ്പോൾ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന x1, x2, xn+1 എന്ന് പറയുന്ന n+1 ടപ്പിളിൻ്റെ കളക്ഷനാണ് ജി ഇൻവേഴ്സ് ഓഫ് സീറോ. അതെന്ന് പറയുന്നത് എന്താ, നമുക്കറിയാം ജീൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ. ജീൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതാണ് ജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്താണ്, f(x1, x2, xn minus xn+1). അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു 0 ആണ്. അപ്പോൾ -xn+1 റൈറ്റ് സൈഡിലേക്ക് പോയപ്പം f(x1, x2, xn equal to xn+1) എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്ന സംഭവം അത് തന്നെയല്ലേ. അപ്പം ജി ഇൻവേഴ്സ് ഓഫ് സീറോ ഗ്രാഫ് എഫ് ആയി. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്മൂത്ത് ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റ് എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് എഫ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒറ്റ കണ്ടീഷനും കൂടി പ്രൂവ് ചെയ്യാനുള്ളൂ. ഡെൽ ജി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡെൽ g(x1, x2, xn+1) കണ്ടു. അതെന്താ, പി എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഇത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു. ∂g/∂x1 ∂g/∂xn+1. എന്നിട്ട് നമ്മളിതിനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തു. ഓരോ ടേമിനെയും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു x1, xn+1 ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാറ്റേണ്ടേ, ∂g/∂x1 തന്നെയാണ്, പക്ഷേ അതെന്തായിട്ട് മാറും, നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് f(x1, x2, xn+1 മൈനസ് xn+1) ആണ്. സോ നമുക്കതിനെ എന്താക്കി എഴുതാം, ∂f/∂x1 ∂f/∂xn, xn+1 ഡെറിവേറ്റീവ് മാത്രം എന്തായി പോകും, വിത്ത് റെസ്പെക്ട് ടു n+1 എടുക്കുമ്പോൾ -1 ആയിട്ട് മാറും. അപ്പോൾ അതവിടെ അങ്ങനെ കൊടുത്തു. അപ്പം ഇത് എപ്പോഴെങ്കിലും 0 ആവുമോ, ഒരിക്കലും 0 ആവില്ല. നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി f(x1, x2, xn+1 belongs to Rn+1). കാരണം എഫ് എന്ന് പറയുന്നത് യു എന്ന് ആറിലേക്കുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ്. ഗ്രാഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റാണ്. സോ ഇതൊരിക്കലും 0 ആവില്ല. ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ പി ബിലോങ്സ് ടു ഗ്രാഫ് ഓഫ് എഫ്, അതായത് നമ്മുടെ ജി ഇൻവേഴ്സ് ഓഫ് 0. അപ്പം നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി, ആ ഫംഗ്ഷൻ്റെ സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി, ആ ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റായിട്ട് ഈ പറയുന്ന ഗ്രാഫ് ഓഫ് എഫ് വന്നിട്ടുണ്ട്. അവിടെ എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആണ്. സോ നമ്മുടെ പറയുന്ന ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു എൻ സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം അത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്, പക്ഷേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു തിയറം പറയുന്നത് എസ് എന്ന് പറയുന്നത് ഒരു എൻ സർഫസ് ഇൻ Rn+1 ആണ്. സോ നമുക്ക് എസിനെ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് എഴുതാം. വേറെ എഫ് എന്ന് പറയുന്നത് യു എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഡെൽ എഫ് ഓഫ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ക്യൂ ബിലോങ്സ് ടു എസ്. എസ്സിലെ എല്ലാ പോയിൻറ്റ്സിലും പിക്ക് പകരം ക്യൂ എന്ന് കൊടുത്തു എന്ന് മാത്രം, എസ്സിലെ എല്ലാ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ക്യൂ എടുത്തു കഴിഞ്ഞാലും ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഡെൽ എഫ് ഓഫ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്നത് സ്മൂത്ത് ഫംഗ്ഷൻ ജി യു ടു ആറിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പി എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുകയാണ്. അത് എക്സ്ട്രീം പോയിൻ്റ് ഓഫ് ജി ആണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. എസ് എന്ന് പറയുന്ന സർഫസ് തന്നെ വേറൊരു ഫംഗ്ഷൻ ജി എടുത്തു. ആ ജിയിലത്തെ ഒരു സർഫസിലൊരു പോയിൻ്റാണ് പി. ആ പി എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷനോ ഏത് വാല്യൂവിന് ജി എടുത്തു കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ ഈ ജി ഓഫ് പിനേക്കാൾ ചെറുതായിരിക്കും, അതല്ലെങ്കിൽ വലുതായിരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ മിനിമൽ പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമൽ പോയിൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷന് ഏത് ക്യൂ എടുത്തു കഴിഞ്ഞാലും ഈ സർഫസിലെ മറ്റേത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ ജി ഓഫ് ക്യൂനേക്കാൾ ജി ഓഫ് പിനേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ജി ഓഫ് പിനേക്കാൾ ചെറുതായിരിക്കും. സോ വലുത് ചെറുത്, മിനിമൽ ഓർ മാക്സിമം. ഓക്കെ, അപ്പോൾ പി ആണ് മാക്സിമം, ജി ഓഫ് പിനേക്കാൾ വലുതോ ചെറുതോ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എക്സ്ട്രീം പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഡെൽ എഫ് ഓഫ് പി. അതായത് ഡെൽ ജി ഓഫ് പിനെ ഡെൽ എഫ് ഓഫ് പിൻ്റെ തന്നെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എഫ് എന്ന് പറയുന്ന എൻ സർഫസ് ആയിട്ട് നമ്മൾ
എടുത്തിട്ടുള്ള എൻഡ് സർഫസിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനാണ് എഫ്. അതിൽ തന്നെ വേറൊരു ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്തു. ആ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു മാക്സിമൽ എക്സ്ട്രീമൽ പോയിൻ്റായിട്ട് പി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രീമൽ പോയിൻ്റ് അറ്റ് പി അല്ലേ, പി ആണ് എക്സ്ട്രീമൽ പോയിൻ്റ്, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുതിയ ഫംഗ്ഷനായിട്ടുള്ള ജി ഓഫ് പി നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ എഫ് ഓഫ് പിൻ്റെ തന്നെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും, അതിൻ്റെ തന്നെ സ്പാനിലുള്ളതായിരിക്കും, പുറത്താളൊന്നും ആയിരിക്കില്ല. ഈ സ്പാനിങ് സെറ്റ് തന്നെ ഉള്ള ആളായിരിക്കും ഡെൽ ജി എന്ന് പറയുന്നത്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇത്രയും കാര്യം മാത്രം. ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ എഫ് ഓഫ് പി ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. തന്നിട്ടുള്ള ഒരു കാര്യം എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് മാത്രം. അപ്പം അങ്ങനെ പി എക്സ്ട്രീം പോയിൻ്റ് ആണെങ്കിൽ ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഡെൽ എഫ് ഓഫ് പി തരികയാണിത്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രൂഫാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ലാംഡേനെ നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്നും കൂടിയും പറയാറുണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ടാൻജൻറ്റ് സ്പേസ് എന്നാണ്. നമുക്കറിയാം ടാൻജൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരുന്നു, എസ് പി ആയിരുന്നു അല്ലേ. എസ് പിനെ നമുക്ക് എന്തുകൂടി എഴുതാം, ഡെൽ എഫ് പെർപ്പ് എന്നുകൂടി എഴുതാൻ നമ്മൾ പറഞ്ഞു. കാരണം ടാൻജൻറ്റ് സ്പേസും ഡെൽ എഫിൻ്റെ പെർപ്പും രണ്ടും സെയിം സ്പേസാണ് വിത്ത് കണ്ടീഷൻ പി റെഗുലർ പോയിൻ്റ് ആയിരിക്കണം. അപ്പം അത് അങ്ങനെ എസ് പി ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് പി പെർപ്പ് എന്ന് എഴുതി വെച്ചു. അപ്പം അതാണ് എസ് പി. ടാൻജൻറ്റ് സ്പേസിന് എസ് പി എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ പെർപ്പ് എന്തായിരിക്കും, എസ് പി പെർപ്പ് എന്തായിരിക്കും, അത് വൺ ഡയമെൻഷൻ ആയിട്ടുള്ള സബ് സ്പേസ് ആയിരിക്കും. കാരണം എന്താ, ഈ എസ് പി എന്ന് പറയുന്ന ടാൻജൻറ്റ് സ്പേസ് ആയിട്ടുള്ള എസ് പി എന്ന് പറയുന്നത് എൻ ഡയമെൻഷൻ ആണ്. ആ എസ് പി ഡെൽ എഫ് പെർപ്പ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. എസ് പി എന്ന് പറയുന്നതിന് നമ്മൾ ഡെൽ എഫ് പെർപ്പ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് എൻ ഡയമെൻഷൻ ആണ്. ഇനി എസ് പി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർപ്പ്, ദാറ്റ് മീൻസ് ഈ ഡെൽ എഫ് പെർപ്പിൻ്റെ പെർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസലേറ്റ് ഡെൽ എഫ് ഓഫ് പി മാത്രം വരും. അത് മൊത്തം ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത് n+1 ഡയമെൻഷൻ ആണുള്ളത്. ആർ പി n+1 ആർ പി n+1 സബ് സ്പേസ് ആണ് ഈ എസ് പി ആയാലും എസ് പി പെർപ്പ് ആയാലും. അപ്പം എസ് പിൻ്റെ ഡയമെൻഷൻ n ആണെന്നുണ്ടെങ്കിൽ എസ് പി പെർപ്പിൻ്റെ ഡയമെൻഷൻ ബാക്കി എത്ര ഉണ്ട്, 1 അല്ലേ ഉള്ളൂ. n+1 ബാക്കി 1 ഉള്ളൂ. അപ്പം എസ് പിൻ്റെ ഡയമെൻഷൻ n ആണ്, അതിൻ്റെ പെർപ്പിൻ്റെ ഡയമെൻഷൻ എന്താണ്, 1 ഡയമെൻഷൻ ആണ്. സോ എസ് പി പെർപ്പ് എന്തായിരിക്കും, 1 ഡയമെൻഷനിലായിട്ടുള്ള ഒരു സബ് സ്പേസ് ആയിരിക്കും. എസ് പി എന്ന് പറയുന്നത് n ഡയമെൻഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്പേസ് എസ് പിയും കിട്ടി, എസ് പി പെർപ്പും കിട്ടി. ഇനി ഈ എസ് പി പെർപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ട് സ്പാൻ ചെയ്യുന്ന സാധനമാണ്, ഡെൽ എഫ് ഓഫ് പി കൊണ്ട് തന്നെ സ്പാൻ ചെയ്യുന്ന കാര്യമാണ്. അത് പറയാൻ കാരണം എന്താ, എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ എഫ് പിയോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാരാണ്, അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പെർപ്പ് എടുക്കുമ്പോൾ ഡെൽ എഫ് പി തന്നെ വരും അല്ലേ. ഹോൾ പെർപ്പ് എടുക്കുമ്പോൾ ഡെൽ എഫ് പി കൊണ്ട് തന്നെ സ്പാൻ ചെയ്യുന്ന ആൾക്കാർ. എസ് പി പെർപ്പ് എടുത്ത് നോക്കി വെക്കുക. അപ്പോൾ എന്താ വരിക, അതിന് ഞാൻ നേരത്തെ പെർപ്പ് എടുത്തില്ലേ, അപ്പം ഇതിന് ഹോൾ പെർപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡെൽ എഫ് ഓഫ് പി വരും. ഡെൽ എഫ് ഓഫ് പിയും അതിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾസും, അതാണ് സ്പാൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാണ്. അപ്പോൾ ഒന്നുമില്ല, എസ് പി പെർപ്പ് എന്ന് പറയുന്നത് 1 ഡയമെൻഷനിലാണ്, സ്പാൻഡ് ബൈ ഡെൽ എഫ് ഓഫ് പി. ഇനി സ്പാൻഡ് ബൈ ഡെൽ എഫ് ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽ എഫ് ഓഫ് പിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ. ആ സ്കെയിലാർ മൾട്ടിപ്പിളിനെ നമ്മൾ ലാംഡ എന്ന് ചൂസ് ചെയ്തു. സോ നമുക്ക് ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ എഫ് ഓഫ് പി. സോ ഫോർ സം ലാംഡ ബിലോങ്സ് ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽ ജി ഓഫ് പി ബിലോങ്സ് ടു എസ് പി പെർപ്പ്. അപ്പം എസ് പി പെർപ്പത്തെ ഒരാളെ ജി ഓഫ് പിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് പി പെർപ്പിൽ ഒരു എലമെൻറ്റിനെ നമ്മൾ ഡെൽ ജി ഓഫ് പി എന്ന് വിളിച്ചു. നമുക്ക് അയക്കാണല്ലോ എത്തിക്കേണ്ടത്, അതുകൊണ്ട് അടുത്ത ഒരു എലമെൻറ്റിനെ നമ്മൾ ഡെൽ ജി ഓഫ് പി എന്ന് വിളിച്ചു. അപ്പോൾ എസ് പി പെർപ്പത്തെ ആളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എഫ് ഓഫ് പി ഇൻറ്റു ലാംഡ അല്ലെങ്കിൽ ഡെൽ എഫ് ഓഫ് പിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിരിക്കണം, ഡെൽ ജി ഓഫ് പി ബിലോങ്സ് ടു എസ് പി പെർപ്പ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതായത് എസ് പി പെർപ്പിനകത്ത് ആൾക്കാർ പറഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസിനോട് ഓർത്തോഗണലായിട്ടുള്ള ആൾക്കാർ. ടാൻജൻറ്റ് സ്പേസിലെ എലമെൻറ്റ്സ് നമ്മൾ സാധാരണ എലമെൻ്റ് എടുക്കുമ്പോൾ വി എന്നാണ് ഡിനോട്ട് ചെയ്യാറ് അല്ലേ, ടാൻജൻറ്റ്. അപ്പോൾ ആ വിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം ഡെൽ ജി ഓഫ് പി. വിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഡെൽ ജി ഓഫ് പി ഡോട്ട് വി ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയോ ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഡെൽ ജി ഓഫ് പി ഡോട്ട് വി ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി.
എസ് പിയിലെ എല്ലാ വികൾക്കും ഡെൽ ജി ഓഫ് പി ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അതായത് എസ് പി ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് എസ് പി പർപ്പിലെ ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് പി പർപ്പത്തെ ഏതൊരാളെയും ലാംഡ ഇൻറ്റു ഡെൽ എഫ് ഓഫ് പി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡെൽ. കാരണം മുന്നേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 ഡയമെൻഷനിലാണ്, എഫ് ഓഫ് പി കൊണ്ട് സ്പാൻ ചെയ്യുന്നതാണ്. എഫ് ഓഫ് പി കൊണ്ട് സ്പാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും. സോ എസ് പി പർപ്പിനകത്ത് ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ ഇൻറ്റു എഫ് ഓഫ് പി എന്ന് എഴുതാം. അപ്പം നമുക്കിത് ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യണമെന്ന് എന്ത് ചെയ്താൽ മതി, ഡെൽ ജി ഓഫ് പി എവിടുത്തെ ആളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി, എസ് പി പർപ്പത്തെ ആളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രൂഫ് തുടങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. അപ്പം പ്രൂവ് ചെയ്യേണ്ട കാര്യം ഡെൽ ജി ഓഫ് പി ഡോട്ട് വി ഈക്വൽ ടു 0. അതിൽ വി എന്ന് പറയുന്ന എസ് പിയിലത്തെ ഇത് കോമൺ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ എടുക്കുക. ടാൻജൻ്റ് ആണ്, വി ആണ്. സോ വിനെ നമുക്ക് ആൽഫ ഡോട്ട് എന്ന് എഴുതാൻ പറ്റും. നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. സോ പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു എസ് വേർ ടി നോട്ട് എന്ന് പറയുന്നത് ഐ ആണ്, വേർ ആൽഫ ഓഫ് ടി നോട്ട് ഈക്വൽ ടു പി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങി വി എന്ന് പറയുന്ന എലമെൻറ്റ് ചൂസ് ചെയ്തു, വി ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വേറൊരു കാര്യം ഈ പ്രൂഫിൽ തന്നിട്ടുള്ള ആ ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിനെ നമ്മൾ ആൽഫ ഓഫ് ടി നോട്ട് ആണെന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, പി ഈക്വൽ ടു ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം പോയിൻ്റ് ഓഫ് എന്താണ്, ജി ആണ്, ഓൺ എസ് ആണ്. സോ ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ടി നോട്ട് എന്ന് പറയുന്നത് ഈ ജി കോമ്പോസിറ്റ് ആൽഫേൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണ്. ഒന്നുകൂടി പറയാം, പി എന്ന് പറയുന്നത് ജീൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണ്. ആ പീനെ നമ്മൾ എടുത്തിട്ടുള്ളത് ആൽഫ ഓഫ് ടി നോട്ട് എന്നാണ്, ഓൺ ജി ആണ്. അപ്പം നമ്മൾ ജി കോമ്പോസിറ്റ് ആൽഫ എടുത്തു കഴിഞ്ഞാൽ ജി കോമ്പോസിറ്റ് ആൽഫ എടുത്തു കഴിഞ്ഞാൽ ടി നോട്ട് എന്ന് പറയുന്നത് എന്തായി, എക്സ്ട്രീം പോയിൻ്റ് ആയി. ജി കോമ്പോസിറ്റ് ആൽഫേൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആയി ആര്, ടി നോട്ട് എന്ന് പറയുന്നത്. കാരണം പി ഈക്വൽ ടു ആൽഫ ഓഫ് ടി നോട്ട് എടുത്തതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈൻ നോക്കി, ടി ബിലോങ്സ് ടു ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു ടി എടുത്തു കഴിഞ്ഞാൽ ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ആണ്. അതിന് നമുക്ക് ജി ഓഫ് ആൽഫ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ജി ഓഫ് ആൽഫ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കറിയാം പി എന്ന് പറയുന്നത് എക്സ്ട്രീം പോയിൻ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് പി ആണ്. അതല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നില്ലെങ്കിൽ ചെറുതാണ് അല്ലെങ്കിൽ മൊത്തം വലുതായിരിക്കും. അപ്പോൾ ആ കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നമ്മൾ ഈ വേർഡ്സിൽ എഴുതി വെച്ച കാര്യം ജസ്റ്റ് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തെന്ന് മാത്രം. അതാണ് ഈ 2 സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നേ. അപ്പോൾ നമുക്ക് ജി കോമ്പോസിറ്റ് ആൽഫേൻ്റെ എക്സ്ട്രീം പോയിൻ്റാണ് ടി നോട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അത് വന്ന വഴിയാണിത്. ജസ്റ്റ് നമ്മൾ ജി കോമ്പോസിറ്റ് ആൽഫയിൽ ഇട്ടെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പി ജീൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആയതുകൊണ്ട് ജി കോമ്പോസിറ്റ് ആൽഫേൻ്റെ എക്സ്ട്രീം പോയിൻ്റാണ് ടി നോട്ട് എന്ന് കിട്ടി. അപ്പോൾ ടി നോട്ട് എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കാണുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഈക്വൽ ടു, ഇപ്പം എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് 0 ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ലോക്കൽ മാക്സിമ മിനിമ ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ പറയാറുള്ളത് അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ജി കോമ്പോസിറ്റ് ആൽഫയാണ് ഫംഗ്ഷൻ, അതിൻ്റെ എക്സ്ട്രീം പോയിൻ്റാണ് ടി നോട്ട് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഡെറിവേറ്റീവ് 0 ആവുമല്ലോ. സോ ഡി ബൈ ഡി ടി ഓഫ് ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നോട്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഡി ബൈ ഡി ടി ഓഫ് ജി കോമ്പോസിറ്റ് ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡെൽ ജി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട്, ചെയിൻ റൂളാണ്, ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ്. അപ്പം നമുക്കത് കിട്ടി. ഇനി അപ്പോൾ എന്താ കിട്ടിയത്, ഡെൽ ജി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് കിട്ടി. ഇനി ഇവിടെ ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിന് നമുക്ക് എന്ത് എഴുതാം, വി എന്ന് എഴുതാം അല്ലേ. ഡെൽ ജി ഓഫ് ഈ ആൽഫ ഓഫ് ടി നോട്ട് എന്താ, പി ആണ്. അപ്പോൾ ഡെൽ ജി ഓഫ് പി, അതാണ് ഇത്രയും ഭാഗം. ഡോട്ട് ആരുണ്ട്, ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ദാറ്റ് ഈസ് വി ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കാര്യം ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് പി എന്ന് എഴുതാമല്ലോ. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം ക്ലെയിം ഇതായിരുന്നു, അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഡെഫിനിഷൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വലുതാവും തോറും ചോദിക്കാനുള്ള ചാൻസ് കുറയും. കാരണം അത്രയും ടൈപ്പ് ചെയ്ത് വരണ്ടേ ക്വസ്റ്റ്യൻ പേപ്പറിന്. അപ്പോൾ വലിയ സ്റ്റേറ്റ്മെൻറ്റുള്ള സാധനമാണ്. പക്ഷേ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ തിയറൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിലുള്ള സാധനമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സർഫസ് പറഞ്ഞു. ഇനി എസ് എന്ന് പറഞ്ഞ സർഫസ് എപ്പോഴാണ് ഒരു കണക്റ്റഡ് സർഫസ് ആവുക എന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കലി ചെറിയ റിയലിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡയമെൻഷൻ കൂട്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്.
ഗ്രാഫ് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, സർഫസ് ഇപ്പോൾ പറഞ്ഞു. ഇനി സർഫസിന് എപ്പോൾ കണക്റ്റഡ് സർഫസ് എന്ന് പറയുക എന്നുള്ളതാണ്. റിയൽ നമ്മൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ റിയൽ പഠിക്കുന്നതല്ലേ, അപ്പം നമ്മൾ കണക്റ്റഡ് സെറ്റുകളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ സർഫസിനെ എപ്പോഴാണ് ഇവിടെ നമ്മൾ കണക്റ്റഡ് എന്ന് പറയുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എസ് ഓഫ് Rn+1 ഈസ് സെറ്റ് ടു ബി കണക്റ്റഡ് ഇഫ് ഫോർ ഈച്ച് പെയർ PQ ഓഫ് പോയിൻറ്റ്സ് ഇൻ S1. അതായത് ഏതൊരു PQ എന്ന് പറയുന്ന ഒരു സർഫസ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ P, Q എന്ന് പറയുന്ന ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് പോയിൻ്റ് ആർബിട്രറി ആയിട്ട് ആ സർഫസിനകത്ത് ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ആൽഫ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് റിയൽ നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ നിന്ന് AB എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നിന്ന് Sലേക്ക് ഉള്ളൊരു ഫംഗ്ഷനാണത് ആൽഫ ഓഫ് A P ആയിട്ടും ആൽഫ ഓഫ് B Q ആയിട്ടും. സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. സംഭവം ഒന്നുമില്ല, ഇതാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഇതിലത്തെ പോയിൻറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സർഫസിനകത്ത് ഇത് കണക്റ്റഡ് സർഫസ് എന്ന് പറയണമെങ്കിൽ ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിനെ നമ്മൾ P എന്നും ഇതിനെ നമ്മൾ Q എന്നും വിളിച്ചു. ഇങ്ങനെ ഏത് PQ എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു P എടുത്തു, ഒരു Q എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു കേർവ്, ഒരു ഫങ്ഷൻ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ കർവിനെയാണ് നമ്മൾ നേരത്തെ പറയുന്ന ആൽഫ ഫ്രം AB ടു S എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു AB എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നിന്ന് ആൽഫ ഓഫ് B P ആണ് അല്ലേ. ഈ എൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് P ആണ്, അതിൻ്റെ എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് Q ആണ്, ആൽഫ ഓഫ് B Q ആണ്. ഇങ്ങനെ ഈ P നിന്ന് Qയിലേക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെന്നുള്ളൂ, സ്മൂത്ത് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഷാർപ്പൻസ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഫംഗ്ഷനും ആവാം. സ്മൂത്ത് ആവണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇതുപോലത്തെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് കണക്റ്റഡ് ആണോ? അല്ല, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെയാണ്. ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാപ്പ് എങ്ങനെ വരച്ചാലും ഇവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഈ AB മൊത്തത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് അവിടെ ഒരു മാപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇത് നോക്കാം, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഇങ്ങനെ നോക്കുമ്പോൾ അത് കണക്റ്റഡ് അല്ല. പക്ഷേ നമുക്കവിടെ ഒരു പാത്ത് ഉണ്ടാക്കിക്കൂടെ? ഇവിടുന്ന് ഇങ്ങനെ പോരുന്നൊരു പാത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്ററിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സച്ച് ദാറ്റ് ആൽഫ ഓഫ് A എന്ന് പറയുന്നത് Pയും ആൽഫ ഓഫ് B എന്ന് പറയുന്നത് Q. അതായത് AB എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിന് ടോട്ടലി നമുക്ക് PQ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആയിട്ട് ഉള്ള രീതിയിലൊരു കണ്ടിന്യൂസ് ഫോം. ഇനി നെക്സ്റ്റ് ഈ തിയറം കൂടിയാണ്. കണക്റ്റഡ് എന്ന് പറഞ്ഞ കണക്റ്റഡ് സർഫസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ഈ ഒരു തിയറം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് S belongs to Rn+1 be an connected end surface in Rn+1, then there exist exactly two smooth unit normal vector field n1 n2 and n2 of P equal to n1 of P. ഒന്നുമില്ല, ഇപ്പം ഒരു S എന്ന് പറയുന്ന സർഫസ് എൻ സർഫസ് ആണ്, അതുപോലെ തന്നെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സാക്റ്റ് ആയിട്ട് ആകെ രണ്ട് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡുകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. യൂണിറ്റ് നോർമൽ സ്മൂത്ത് വെക്റ്റർ ഫീൽഡുകൾ. അതായത് യൂണിറ്റ് നോർമൽ എന്ന് പറയുമ്പോൾ നോർമൽ വെക്റ്റർ ഫീൽഡാണ്. അതുകൂടാതെ തന്നെ അത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ആ വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റാണ്, അതായത് 1 ആണ്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം ആകെ രണ്ട് യൂണിറ്റ് നോർമൽ വെക്റ്റേഴ്സേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആ രണ്ടെണ്ണം എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ആകെ രണ്ട് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് മാത്രമേ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? എസ് എന്ന് പറയുന്ന സർഫസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡും ആണ്, എൻ സർഫസും ആണെന്നുണ്ടെങ്കിൽ ആകെ രണ്ട് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡുകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു n1 ഉണ്ടെന്നും ഒരു n2 ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. കൂടാതെ വേറൊരു n3 ഉണ്ടെങ്കിൽ അത് ഈ n1നോടോ n2നോടോ ഈക്വലാണ്. അതായത് വേറൊരാളില്ല. അഥവാ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇവരിലേതോ ഒരാളാണ്, ഇവരോട് ഈക്വലാണ്. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമുക്ക് സർഫസ് ആണ് തന്നില്ല. സോ F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫ്രം U to R
ഫോർ സി ബിലോങ്സ് ടു ആർ എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി. നമ്മുടെ ലെവൽ സെറ്റ്, അതായത് സർഫസ് നമ്മൾ ഡിനോട്ട് ചെയ്തു. സർഫസ് ആയതുകൊണ്ട് തന്നെ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ പി ബിലോങ്സ് ടു എസ് തന്ന കാര്യം അവിടെ എടുത്ത് എഴുതി വെച്ചു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ N1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നോർമൽ വെക്ടറിനെ ഡിഫൈൻ ചെയ്യണം. അപ്പം അതിന് ഒന്നാമത്തെ കാര്യം മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം അല്ലേ, മാഗ്നിറ്റ്യൂഡ്. അപ്പം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡെൽ എഫ് ഓഫ് പി അവിടെ ഡിഫൈൻഡ് ആണല്ലോ. ഇനി ആ ഡെൽ എഫ് ഓഫ് പി ബൈ നോം ഡെൽ എഫ് ഓഫ് പി എടുത്തു എന്ന് വിചാരിക്കുക. ഇതാണ് N1 എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വിചാരിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ നോം എടുക്കുക. നോം എടുക്കുമ്പോൾ എന്താ വരിക, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലും സെയിം നോം ഡെൽ എഫ് ഓഫ് പി വരും. ക്യാൻസൽ ചെയ്ത് എന്ത് വരും, 1 വരും. അപ്പം N1 ഓഫ് പിൻ്റെ നോം 1 ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നുണ്ടെങ്കിൽ അത് യൂണിറ്റായി. അപ്പം അങ്ങനത്തെ ഒരു നോർമൽ വെക്ടറാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ N1 ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ N2 ആയിട്ട് നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് നെഗറ്റീവ് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ N1ഉം N2ഉം ഓപ്പോസിറ്റ് പരസ്പരം നെഗറ്റീവാണ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ N1ഉം N2 നമുക്ക് കിട്ടി. സച്ച് ദാറ്റ് N2 ഓഫ് പി ഈക്വൽ ടു N1 ഓഫ് പി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി എക്സാക്ട്ലി 1 ഉണ്ടാവുള്ളൂ എന്ന് പറയണം, അതായത് വേറൊരു N3 ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ വേറൊരു N3 ഉണ്ട് എന്ന് സപ്പോസ് ചെയ്യണം. നമ്മൾ വേറൊരു N3 അനദർ യൂണിറ്റ് നോർമൽ വെക്ടർ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, N3 ഓഫ് പി എന്ന് പറയുന്നത് എസ് പി പർപ്പിൾ ആളാണ്. കാരണം N3 ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്, നോർമൽ വെക്ടറാണ്. നോർമൽ വെക്ടറും ടാൻജൻറ്റും എപ്പോഴും പെർപെൻഡിക്കുലർ ആവില്ല, നമുക്കറിയാം. നോർമലും ടാൻജൻറ്റ് പ്ലസ് വൺ പ്ലസ് ടൂവിൽ നമ്മൾ പഠിക്കണം. അറിയാം, ടാൻജൻറ്റ് നോർമൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാരല്ലേ എസ് പി പർപ്പിൾ ഉണ്ടാവുക. ടാൻജൻറ്റ് സ്പേസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷനാണ് എസ് പി പർപ്പ്. എപ്പോഴും പെർപ്പ് എന്ന് പറയുമ്പം ആ സെറ്റിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള ആൾക്കാർ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എസ് പിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആൾക്കാരാണ് എസ് പി പർപ്പിൾ ഉണ്ടാവുക. എസ് പിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആളല്ലേ നോർമൽ, അതായത് ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലർ അല്ലേ നോർമൽ. അപ്പോൾ നോർമൽ എവിടുത്തെ ആളാണ്, എസ് പി പർപ്പിൾ ആളാണ്. അപ്പോൾ നമുക്ക് കിട്ടി N3 ഓഫ് പി എന്ന് പറയുന്നത് എസ് പി പർപ്പിൾ ആളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എസ് പിൻ്റെ ഡയമെൻഷൻ എന്നും എസ് പി പർപ്പിൻ്റെ ഡയമെൻഷൻ 1ഉം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, N3 ഓഫ് പി എന്ന് പറയുന്നത് എസ് പി പർപ്പിൾ ആളാണ്, ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ ഡയമെൻഷൻ 1 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു എലമെൻറ്റിനോട് സ്പാൻ ചെയ്യുന്ന ആളാണ് ഈ N3 ഓഫ് പി. ഇനി ഓൾറെഡി നമുക്ക് ഈ സ്പേസിനകത്ത ആളാണ് N1 എന്ന് പറയുന്ന വെക്ടർ. അപ്പം N1 ഡയമെൻഷൻ 1 എന്ന് പറയുമ്പം സെയിം ഏതെങ്കിലും ഒരു കോമൺ എലമെൻ്റ് കൊണ്ട് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പം N1 കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റുന്ന ആളാണ് N3. കാരണം N3 എന്ന് പറയുന്നത് എസ് പി പർപ്പിലെ 1 ഡയമെൻഷനിലായിട്ടുള്ള സ്പേസിലെ ആളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആളാണ് N1 എന്ന് പറയുന്നത്. സോ N3നെ നമുക്ക് എങ്ങനെ എഴുതാം, N1ൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് N3 ഓഫ് പിനെ നമുക്ക് സം സ്കേലാർ മൾട്ടിപ്പിൾ ഇൻറ്റു N1 ഓഫ് പി എന്ന് എഴുതി. സ്കേലാർ മൾട്ടിപ്പിൾ നമ്മൾ ജി ഓഫ് പി എന്ന് വിളിച്ചു. ജി ഓഫ് പി ഒരു സ്കേലാറാണ്, അത് ജി ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പിലേക്ക് വരാം. ഇവിടെ നോക്കാം, നമ്മൾ 1 ഈക്വൽ ടു N3 ഓഫ് പി എന്ന് പറയുന്നത് നോർമൽ യൂണിറ്റ് വെക്ടർ ആയിട്ടാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണല്ലോ, യൂണിറ്റ് വെക്ടർ ആണല്ലോ. അപ്പോൾ N3 ഓഫ് പിൻ്റെ 1ന് നമുക്ക് N3 ഓഫ് പിൻ്റെ നോം എന്ന് എഴുതാമല്ലോ. കാരണം N3 ഓഫ് പിൻ്റെ നോം എടുത്ത് എന്താ 1 അല്ലേ കിട്ടുക. സോ 1 ഈക്വൽ ടു N3 ഓഫ് പിൻ്റെ നോം എന്ന് എഴുതി വെച്ചു. ഇനി N3 ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജി ഓഫ് പി ഇൻറ്റു N1 ഓഫ് പി അല്ലേ. അപ്പോൾ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. N3 ഓഫ് പി ഈക്വൽ ടു ജി ഓഫ് പി N1 ഓഫ് പി ആണ്. ഇനി ഈ നോം ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അപ്പം ജി ഓഫ് പിൻ്റെ നോം അതുപോലെ തന്നെ N1 ഓഫ് പിൻ്റെ നോം, N1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്ടറാണ്, അത് 1 വരും. അപ്പോൾ ജി ഓഫ് പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വരും. സ്കേലാർ ആയതുകൊണ്ട് നോം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഫംഗ്ഷനൊക്കെ പറയുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ വെക്ടേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ നോം യൂസ് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ജി ഓഫ് പി എന്ന് പറയുന്നത് സ്കേലാർ അല്ലേ, സോ മാഗ്നിറ്റ്യൂഡ് ഇട്ടാലും മതി. അപ്പോൾ ജി ഓഫ് പിന് നമ്മൾ മോഡുലസ് ഇട്ട് കൊടുത്തു, ജി ഓഫ് പിൻ്റെ മോഡുലസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജി ഓഫ് പിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അതായത് മോഡുലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് 1 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് 1 ആവാം. ജി ഓഫ് പി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന സ്കേലാർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. N3 ഓഫ് പി എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഇൻറ്റു N1 ഓഫ് പി ആണ്. ഇനി സ്കേലാർ ആരാണ് ഇപ്പോൾ കിട്ടിയത്, ഒന്നില്ലെങ്കിൽ 1 ആണ്, അല്ലെങ്കിൽ -1 ആണെന്ന് കിട്ടി. ഇനി രണ്ടും കൂടി ആവൽ നടക്കില്ല, ഒന്നില്ലെങ്കിൽ സിംഗിൾ 1 ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ -1 ആയിരിക്കണം എപ്പോഴും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് അല്ലേ, എസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്, ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ റിയലിൽ പഠിച്ചിട്ടുണ്ട്, എസ് കണക്റ്റഡും ജി കണ്ടിന്യൂസ് ആണെങ്കിൽ ജി ഓഫ് എസ് എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. കണ്ടിന്യൂസ് മാപ്പ് കണക്റ്റഡ് സെറ്റിനെ കണക്റ്റഡ് സെറ്റിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. സോ ജി കണ്ടിന്യൂസ് ആണ്, എസ് കണക്റ്റഡ് ആണ്, ജി ഓഫ് എസ് കണ്ടിന്യൂസ് ആയേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു
കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വാല്യൂവിനകത്ത് വണ്ണും കുറച്ച് വാല്യൂവിനകത്ത് അത് -1 ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആവില്ല, അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, അപ്പോൾ അത് കണ്ടിന്യൂസ് ആവില്ല. അപ്പം കണ്ടിന്യൂസ് g(f)(s) കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, അല്ലെങ്കിൽ വാല്യൂ എപ്പോഴും -1 ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ടേ നടക്കുള്ളൂ. അപ്പം 1 ആണെന്നുണ്ടെങ്കിൽ n3 എന്തായി, g(p) × n1 അല്ലേ. 1 ആണെങ്കിൽ n3 n1 ആയി. ഇനി -1 ആണെങ്കിൽ n3 എന്തായി, -n1 ആയി. g(p)ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക, -1 കൊടുക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ n3 np ആണ്, n3 എന്ന് പറയുന്നത് n1 ആണ്, അല്ലെങ്കിൽ -n1 ആണ്. -n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n2. അപ്പം n1ഉം n2 ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു n3 എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്നില്ലെങ്കിൽ n1നോട് ഈക്വലാണ്, അല്ലെങ്കിൽ n2നോട് ഈക്വലാണ്. അപ്പോൾ വേറൊരു യൂണിറ്റ് നോർമൽ വെക്ടേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആകെ എക്സാക്ട്ലി ഈ രണ്ടെണ്ണം n1ഉം n2 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അത് പ്രൂവ് ചെയ്തു. അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.